ഹായ് ഫ്രണ്ട്സ്. ഗൂഗിളിന്റെ പുതിയൊരു ഇമേജ് ജനറേഷൻ മോഡൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണ് ഗൂഗിൾ ജെമിനൈ 2.5 ഫ്ലാഷ് ഇമേജ് മോഡൽ. അത് ഓൾസോ നോൺ ആസ് നാനോ ബനാന. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതിന്റെ ഡോക്യുമെന്റേഷൻ ആണ്. ഇതിന്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൽ പറയുന്നുണ്ട് ഇതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും. ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഒന്നാമത്തത് ടെക്സ്റ്റ് ടു ഇമേജ്. നിങ്ങൾ പ്രോപ്പർ ടെക്സ്റ്റ് ചെയ്യുന്നു, ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ. പിന്നെ ഇമേജ് പ്ലസ് ടെക്സ്റ്റ് ടു ഇമേജ്, അതായത് ഒരു ഇമേജ് പ്രൊവൈഡ് ചെയ്തിട്ട് അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക ഫീച്ചർ യൂസ് ചെയ്യാം. പിന്നെ മൾട്ടി ഇമേജ് ടു ഇമേജ്, അതായത് മൾട്ടിപ്പിൾ ഇമേജസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ട് അത് സിംഗിൾ ഇമേജ് ആക്കി മാറ്റാനും, അതേപോലെ ഒരു ഇമേജിന്റെ ഫോർമാറ്റ് ഒരു ഇമേജിന്റെ ഫോർമാറ്റ് അല്ല, ഒരു ഇമേജിന്റെ സ്റ്റൈല് വേറൊരു ഇമേജിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇറ്ററേറ്റീവ് റിഫൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ഫോട്ടോ കിട്ടുന്നത് വരെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ടൈപ്പ് ചെയ്യാം. ഫോളോ അപ്പ് മെസ്സേജ് കൊടുത്തിട്ട് ആ പർട്ടിക്കുലർ ഇമേജിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിഫൈൻ ചെയ്തെടുക്കാം. പിന്നെ ഹൈ ഫിഡിലിറ്റി ടെക്സ്റ്റ് റെൻഡറിങ്, അതായത് HD ടെക്സ്റ്റ് റെൻഡറിങ് ആണ്. HD ടെക്സ്റ്റ് റെൻഡറിങ് അത് കൂടുതൽ യൂസ് കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലോഗോ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ HD ടെക്സ്റ്റ് ഒക്കെ റെൻഡർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ മോഡൽ യൂസ് ചെയ്യാം. ഇതിന് വേറെ ഒരുപാട് എന്തുണ്ട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലെ ഡോക്യുമെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കോഡിൽ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ ഡോക്യുമെന്റേഷന് താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ എക്സാമ്പിളും അതിന്റെ പ്രോംപ്റ്റ് എങ്ങനെ കൊടുക്കണം എന്നുള്ളതിന്റെ ടെംപ്ലേറ്റ് വരെ ഈ ഒരു ഡോക്യുമെന്റേഷൻ അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് കോഡ് അല്ലാണ്ട് ട്രൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഗൂഗിൾ AI സ്റ്റുഡിയോയിലേക്ക് പോവാം. AI സ്റ്റുഡിയോയിലേക്ക് ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ വാട്ട്സ് ന്യൂ എന്ന് പറഞ്ഞ ഹെഡിങ്ങിന്റെ താഴെ ട്രൈ നാനോ ബനാന എന്ന് പറഞ്ഞ ഇതുണ്ടാവും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും ആ മോഡലിന് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള റിസൾട്ട് ആയിരിക്കും വരിക. ഇനി ഈ ഒരു ഫീച്ചർ അവിടെ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ റൺ സെറ്റിംഗ്സിൽ ഇവിടെ നിങ്ങൾക്ക് ഇത് ബൈ ഡിഫോൾട്ട് ഓളിലായിരിക്കും. അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇമേജസ് നിന്ന് സെലക്ട് ചെയ്തതിനു ശേഷം നാനോ ബനാന സെലക്ട് ചെയ്താൽ ഈ ഒരു പർട്ടിക്കുലർ മോഡലായിരിക്കും നിങ്ങളുടെ എന്താ പറയുക ഈ പ്രോംപ്റ്റിന് ബിഹൈൻഡ് സീൻസിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇമേജ് കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യുമ്പോൾ ബെസ്റ്റ് മോഡലാണിത്. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വേറൊരു വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും. ബൈ ബൈ.